നമസ്കാരം. ഈ ആഴ്ചയിലെ കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നോർത്ത് അമേരിക്കയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന തിരുനാളും വിശുദ്ധവാര ശുശ്രൂഷകളും വിശ്വാസികൾ ഭക്തി നിർഭരമായി ആചരിച്ചു. സമയമെത്തിയപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിൽ. ഫോക്കാനയുടെയും കേരള കൾച്ചറൽ ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ ന്യൂജേഴ്സിയിൽ വെച്ച് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടു. ഡെപ്യൂട്ടി കൗൺസിൽ PS ശശികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അപേക്ഷാ സ്വീകരണ പരിപാടിയിൽ 200ഓളം OCI കാർഡ് അപേക്ഷകൾ സ്വീകരിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവാസികൾക്ക് വേണ്ടി നടത്തുന്ന OCI അവയർനെസ് ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള കൾച്ചറൽ സെന്ററും ഫോക്കാനയും കൂടി നടത്തുന്ന ഈ OCI ക്യാമ്പിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനോടകം 65ഓളം ആപ്ലിക്കേഷൻ കോൺസുലേറ്റ് അധികൃതർക്ക് ഈ ഏരിയയിലുള്ള മലയാളികളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന OCI കാർഡിന്റെ 20-ൽ പരം വോളണ്ടിയേഴ്സ് രാവിലെ 9 മുതൽ ഇവിടെ വന്ന് വേണ്ടതായ അറേഞ്ചുകളെല്ലാം ചെയ്തു. ഓൺലൈൻ രജിസ്ട്രേഷൻ, സൈറ്റ്, ഫോട്ടോഗ്രാഫർ. OCI കാർഡിന്റെ സംരംഭം വളരെയധികം വിജയകരമാക്കി പര്യവസാനിപ്പിക്കാനായിട്ട് സഹകരിച്ച എല്ലാവരോടും കേരള കൾച്ചർ ഫോറത്തിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഈ ഫോക്കാനായും കേരള കൾച്ചർ ഫോറും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഇനിയും ഇതിൽ കൂടുതലായിട്ടുള്ള പല പ്രയോജനകരമായ പദ്ധതികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച കൈരളി TVയോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഫോമയുടെ ന്യൂയോർക്ക് റീജിയൻ കുടുംബമേള റോക്ക്ലൻഡിലെ ട്വിൻസ് ഇന്ത്യ പാലസിൽ വെച്ച് നടത്തപ്പെട്ടു. റീജിയൻ വൈസ് പ്രസിഡന്റ് റോയി ചെങ്ങന്നൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം CSI ബിഷപ്പ് റൈറ്റ് റവറൻഡ് ജോർജ് നൈനാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോൺസുലർ P ശശികുമാർ മുഖ്യ അതിഥിയായിരുന്നു. ഈ ചടങ്ങിൽ ഔദ്യോഗിക സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന കൗൺസിലർ P ശശികുമാറിന് പ്രശംസാഫലകം നൽകി ആദരിക്കുകയും ചെയ്തു. AV വർഗീസ് നന്ദി പ്രകാശനം നടത്തി. ഈ സമ്മേളനത്തിന്റെ MC ഷമീന റാവുത്താർ ആയിരുന്നു. വെൽക്കം സ്പീച്ചിനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായി വെൽക്കം ചെയ്യുകയാണ്. മാന്യ സുഹൃത്തുക്കൾ എല്ലാവരും, നമ്മുടെ ഈ പ്രോഗ്രാം ആദ്യമായി അമേരിക്കയിൽ ഫോമ നടത്തുന്ന ഒരു റീജിയണൽ Religion and religion's leaders are nowadays dividing people than uniting them. ഫോമ എന്ന ഈ സംഘടന തുടങ്ങിയിട്ട് 1 വർഷമേ ആയുള്ളൂ എന്ന് റോയി ചെങ്ങന്നൂരിന്റെ തുടക്കം കൊണ്ട് തന്നെ മനസ്സിലായി. കാരണം പുതിയതായിട്ടുള്ള നേതാക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ ഫലകം നൽകുന്നത് ഫോമയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലാണ്. ഫോമ പ്രസിഡന്റ് ടു ഹോണറബിൾ PS ശശികുമാർ, Council for Passport and Visas, in recognition of your outstanding dedication, commitment, contribution and service to the Malayalis of the United States of America. Federation of Malayali Associations of America, John Taylor, President, John Sivaris, Secretary, March 28, 2009.
ഇൻഡോ അമേരിക്കൻ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ കോളേജ് വിദ്യാർത്ഥികൾക്കായി 3 മാസത്തെ സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നു. സെനറ്റർമാരായ ഡിക് ഡർബിൻ, റോളണ്ട് ബറിസ്, കോൺഗ്രസ്മാൻ ഡാനി ഡേവിസ്, കോൺഗ്രസ് വുമൺ ജാൻ ജേക്കവിസ്കി എന്നിവരോടൊത്താണ് വിദ്യാർത്ഥികൾ പ്രവർത്തന പരിചയം നേടുന്നത്. നിയമ വിദ്യാർത്ഥികൾക്കും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്കും ഈ പ്രോഗ്രാം പ്രയോജനം ചെയ്യുമെന്ന് മെമ്പർഷിപ്പ് ചെയർമാൻ ഗ്ലാഡ്സൺ വർഗീസ് അറിയിച്ചു. കേരള സമാജം ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ പ്രവർത്തനോദ്ഘാടനം മാർച്ച് 28-ന് കൂപ്പർ സിറ്റി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിരവധി സാമൂഹ്യ സാംസ്കാരിക കലാസംഘടനാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. ടൗൺ ഓഫ് ഫ്ലോറിഡയുടെ മേയർ ജൂഡി പോൾ, കൂപ്പർ സിറ്റി കമ്മീഷണർ ജെയിംസ് ഖുറാൻ, ഫോമ നേതാക്കളായ ജോൺ ടൈറ്റസ്, യോഹന്നാൻ ശങ്കരത്തിൽ, ജോസഫ് പാനിക്കുളങ്ങര, ഇന്ത്യ പ്രസ് ക്ലബ് പ്രസിഡന്റ് മാത്യു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ പദ്ധതിയായ എയ്ഡ്സ് ഔട്ട്റീച്ചിലേക്ക് ജോൺ ടൈറ്റസ്, യോഹന്നാൻ ശങ്കരത്തിൽ എന്നിവരുടെ സംഭാവന ജോസ് തേക്കുംകാട്ടിൽ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു. ഷിക്കാഗോ സ്കോക്കി ഫൈൻ ആർട്സ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സ്റ്റുഡന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആർട്ടിസ്റ്റ് റെക്കഗ്നീഷൻ അവാർഡിന് ജസ്റ്റീന ഫ്രാൻസിസ് അർഹയായി. സ്കോക്കി വില്ലേജിലെ വ്യക്തികൾക്ക് തങ്ങളുടെ കല, സാംസ്കാരിക ചിത്രരചനാ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഷോർ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ഹാളിൽ വെച്ച് നടന്ന വാർഷിക ആഘോഷത്തിൽ സ്കോക്കി മേയർ ജോർജ് വാൻഡൂസൻ അവാർഡ് വിതരണം ചെയ്തു. എലിസബത്ത് മേയർ എലിമെന്ററി സ്കൂൾ KG വിദ്യാർത്ഥിയായ ജസ്റ്റീന ആന്റണി ഫ്രാൻസിസിന്റെയും ഷീബ ഫ്രാൻസിസിന്റെയും മകളാണ്. ഫോമയുടെ കാനഡ റീജിയൻ വൈസ് പ്രസിഡന്റായി തോമസ് കെ തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കനേഡിയൻ കാത്തലിക് സ്കൂൾ ബോർഡ് ഓഫ് ട്രസ്റ്റിയും ഇപ്പോഴത്തെ കാനഡ മലയാളി അസോസിയേഷൻ പ്രസിഡന്റുമാണ് ഇദ്ദേഹം. ഫോമയുടെ കാനഡ റീജിയൻ കലോത്സവം കനേഡിയൻ മലയാളി അസോസിയേഷനുമായി ചേർന്ന് മെയ് 2-ന് നടത്തപ്പെടുന്നു. ഈ ചടങ്ങിൽ ഫോമ പ്രസിഡന്റ് ജോൺ ടൈറ്റസ്, സെക്രട്ടറി ജോൺ വർഗീസ്, ട്രഷറർ ജോസഫ് ഔസോ എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. കേരള കൾച്ചറൽ സൊസൈറ്റി ഓഫ് മെട്രോപൊളിറ്റൻ വാഷിംഗ്ടന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സമ്മർ ഡ്രീംസ് 2009 എന്ന കലാപരിപാടി നടത്തുന്നു. ഏപ്രിൽ 18-ന് മേരിലൻഡ് ജർമ്മൻ ടൗണിലെ സെനക്ക വാലി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന ഈ പരിപാടിയുടെ നടത്തിപ്പിനായി ബാബു ജോർജ്, പ്രീതാരാമൻ എന്നിവർ അംഗങ്ങളായുള്ള എന്റർടൈൻമെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. മേരിലാൻഡ്, വെർജീനിയ, വാഷിംഗ്ടൺ എന്നീ സ്റ്റേറ്റുകളിൽ നിന്നായി 200-ൽ പരം യുവതി യുവാക്കളും കുട്ടികളും വിവിധ ഇനം കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതായിരിക്കും. വാഷിംഗ്ടൺ DC-യിലെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾ ഏപ്രിൽ 18-ന് ശ്രീനാരായണ മിഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വാൻസിബിൾ എലിമെന്ററി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വിഷുക്കണിയോടെ തുടങ്ങുന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികളും വിഷു എന്ന സങ്കല്പം ഒരു എത്തിനോട്ടം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ചാ സമ്മേളനവും നടത്തുന്നതാണ്. കറ്റാനം കൊപ്പാറ ബാബു ജോർജിന്റെ ഭാര്യ റേച്ചൽ ബാബു ഫിലാഡൽഫിയയിൽ വെച്ച് നിര്യാതയായി. അസൻഷൻ മർത്തോമ പള്ളിയിൽ വെച്ച് വ്യൂയിങ്ങും ഹണ്ടിംഗ്ടൺ വാലി ലാംബ് ഫ്യൂണറൽ ഹോമിൽ വെച്ച് ശവസംസ്കാര ശുശ്രൂഷകളും നടത്തപ്പെട്ടു. ഡാലസിൽ കാറപകടത്തിൽ മരിച്ച ഏറ്റുമാനൂർ ഇടപ്പറമ്പിൽ റെജി സെബാസ്റ്റ്യന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ കാരൽട്ടണിലുള്ള സെയിന്റ് കാത്തറിൻ കാത്തലിക് ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ടു. ഏറ്റുമാനൂർ ഇടപ്പറമ്പിൽ EU ദേവസിയുടെയും അന്നമ്മയുടെയും മകനാണ് റെജി. സജിയാണ് ഭാര്യ. കമ്മ്യൂണിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.